തുറന്നു പറയാം. തുറന്നു പറയാമെന്ന മനോഹരമായ ഈ പ്രോഗ്രാമിലേക്ക്, മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളായി വളരെ മനോഹരമായ ചർച്ചകൾ ഈ ടോക്ക് ഷോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. നമ്മളോടൊപ്പം ഈ ചർച്ചകളിൽ പാനലിസ്റ്റുകളായിട്ട് ദൈവത്തിൽ വളരെ കർത്താവിൻ്റെ വേലയിൽ വളരെ പ്രശോഭിക്കുന്ന ദാസിമാരുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ സജി KP അവറുകൾ, പാസ്റ്റർ ഷൈജു ഞാറക്കൽ അവറുകൾ, ഡോക്ടർ നിസി ജേക്കബ് അവറുകൾ, റെവറൻഡ് മാത്യു വർഗീസ് അവറുകൾ. അപ്പോൾ തന്നെ ഈ ചർച്ചകളിൽ വളരെ ഇഫക്റ്റീവായിട്ട് നമ്മളോടൊപ്പം ചർച്ചകളിൽ ചോദ്യങ്ങളും അതിനോടൊപ്പമുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള വിവിധ സഭകളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന വിവിധ തലങ്ങളിൽ കർത്താവിനാൽ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് ഈ 3-ാം എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം കുഞ്ഞുങ്ങളോടൊപ്പം എന്നുള്ള ഒരു വിഷയമാണ്. ഒരുപക്ഷെങ്കിൽ ആ ചോദ്യം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ എന്താണ് കുഞ്ഞുങ്ങളോടൊപ്പം എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ടും അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ദൈവദാസന്മാരെന്ന നിലയിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ലെവലിൽ, നമുക്ക് ഇന്നറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും നമ്മുടെ യുവജനങ്ങളൊക്കെ പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്. അവരുടെ ആ ഒരു വൈബിനനുസരിച്ച് പല ദൈവദാസന്മാരോ അല്ലെങ്കിൽ ചർച്ചിലെ ആളുകളോ ഒന്നും ഇല്ല എന്നുള്ള ഒരു പ്രത്യേക പറച്ചിലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ തിരിച്ചറിയുവാൻ, കുഞ്ഞുങ്ങളുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അതിന് അവർക്ക് ഏതെല്ലാം നിലയിൽ സഹായകരമായി ദൈവദാസന്മാർക്ക് കൂടെ നിൽക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചർച്ചകളായിരിക്കും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഓപ്പണിംഗ് അഡ്രസ്സിന് വേണ്ടി പാസ്റ്റർ ഷൈജു ഞാറക്കൽ അവറുകളെ സ്വാഗതം ചെയ്യുന്നു. സമകാലീന സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷമതകളിലൊന്ന് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചോർത്തുള്ള വേദനയാണ്. കാലഹരണപ്പെട്ടിരിക്കുന്ന ആരാധനാ രീതികളെന്ന് കുട്ടികൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്തരമുള്ള പഴയ സമ്പ്രദായത്തെ മുഴുവൻ തുടച്ചു നീക്കണമെന്നാണ് ശരിയായ അളവിൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിതാക്കന്മാർ തുടങ്ങി വെച്ച പാതകൾ നല്ലതായിരുന്നു. അവർ പിന്തുടർന്നു വന്ന ഉപദേശ സംഹിതകളും രീതികളുമെല്ലാം നല്ലതായിരുന്നു. ലോകത്തിൽ നിന്ന് വേർപെട്ടവർ എന്ന പേരോടുകൂടി അവർ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു വന്നു. എങ്കിലും കാലോചിതമായിരിക്കുന്ന ഒരു മാറ്റം സഭകളിലെ ആരാധനകളിൽ വരുത്തുവാൻ ഇന്നത്തെ സമൂഹത്തിന് സാധ്യമായി തീരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം. കർത്താവ് തന്നെ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടുക്കരുത് എന്ന് പറഞ്ഞു. ഒരു ബാലകൻ്റെ കയ്യിലുള്ള 5 അപ്പത്തെ 2 മീനിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊരു ബഹുജനത്തിന് എടുത്തു കൊടുക്കുവാൻ കർത്താവിന് സാധ്യമായി തീർന്നു എന്ന് വരികിൽ കുഞ്ഞുങ്ങളിലുള്ള അനുഭവ സമ്പത്ത്, താലന്ത്, അവരിലുള്ള കഴിവ് അത് എന്താണ് എന്നറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുവാൻ സഭയ്ക്കോ പാസ്റ്റർക്കോ മാതാപിതാക്കൾക്കോ സാധ്യമായി തീരുന്നിടത്താണ് ആത്മീയതയുടെ നവോത്ഥാനത്തിലേക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് എത്തുവാൻ കഴിയുന്നത്. അതിന് കുഞ്ഞുങ്ങളുമായി സമയം ചെലവഴിക്കണം. അതിന് സൺഡേ സ്കൂളുകളിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അവരുമായിട്ട് കൂടുതൽ ഒന്നുകൂടെ പാഠ്യേതര വിഷയങ്ങൾക്കകത്തുകൂടെ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചെടുക്കണം. പഴയ തലമുറ എതിർക്കുമെങ്കിലും കുട്ടികളുമായിട്ടൊക്കെ ഇടയ്ക്ക് പിക്നിക്കിനോ അതുപോലെ പുറത്തൊക്കെ പോകുന്നതും അവരുടെ മനസ്സുമായിട്ട് അവരുമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നത് അവരുമായി കൂടുതൽ അറിയാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. പഴയ തലമുറയുടെ ആ ഒരു കാര്യം, അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയായ അളവിൽ പറഞ്ഞാൽ നമ്മുടെ പല ആരാധനകളിലും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം. അവർ ഒരു സാക്ഷ്യം കൊണ്ടോ ഒരു വാക്യം പറച്ചിലുകൊണ്ടോ മാത്രം ഒതുങ്ങി തീർന്നിട്ട് പ്രസംഗത്തിൻ്റെ അകത്ത് പോലും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള മറ്റൊരു മണ്ഡലത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അത് എത്തപ്പെടുന്നു. പ്രധാനമായിട്ടും കൂടുതലും നമ്മുടെ വലിയ മുതിർന്ന ആളുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പ്രസംഗത്തിനകത്ത് വരുന്നത്. കുട്ടികൾക്ക് കൂടെ മനസ്സിലാകും, ഒരു പ്രസംഗത്തിൻ്റെ അകത്ത് കുട്ടികൾക്ക് കൂടെ
മനസ്സിലാകത്തക്ക വിധത്തിൽ, അവരെ ഉപദേശ സത്യത്തിനകത്ത് ഉറച്ചു നിർത്തത്തക്ക വിധത്തിൽ. പഴയ നിയമത്തിൻ്റെ അകത്ത് 3 വയസ്സുള്ളപ്പോൾ മാതാവ് എന്ത് ചെയ്യണം? പിതാവും അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഉപദേശ ന്യായപ്രമാണത്തിൽ 12 വയസ്സ് വരെ സകലതും അവരെ പഠിപ്പിക്കണം. അതവരുടെ ഹൃദയത്തിൽ ആഴമാക്കി കൊടുക്കണം എന്നുള്ളത് ഇതാ. അതിന് നമ്മൾ കുഞ്ഞുങ്ങളോട് കൂടെ കൂടുതൽ സമയത്തിലേക്ക് പോകാൻ തയ്യാറായി തീർന്നാൽ ഇന്നത്തെ അവരുടെ ആവശ്യകത, കാരണം കഴിഞ്ഞ നാളുകളെക്കാൾ അറിവ് എന്ത് ചെയ്തു? അറിവ് കൂടിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ വീഴുന്നത്. കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികസിച്ചു. നമ്മളൊക്കെ മൊബൈൽ ഫോൺ കാണുന്നതും ഒക്കെ 19, 20 വയസ്സായപ്പോഴാണ്. പക്ഷേ ഇപ്പോഴേ കൊച്ചുങ്ങൾ മൊബൈൽ ഫോണിൻ്റെ നമുക്കറിയത്തില്ലാത്ത സെറ്റിങ്സ് എന്ത് ചെയ്യുന്നു? അവർക്കറിയാം. അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അപ്പം ആ ഒരു അറിവ് കൂടി എന്നുള്ളതിനെ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ എല്ലാ ബൈബിൾ ധ്യാനങ്ങളും അതുപോലെ തന്നെ അവരുമായിട്ട് ഇടപെടുന്നതും കുറച്ചുകൂടെ കാലോചിതമാക്കിയാൽ കുഞ്ഞുങ്ങളെ ആത്മീകരാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യും? സാധ്യമായിട്ട് തീരും. അതേ കാര്യം. തീർച്ചയായിട്ടും. താങ്ക് യു. പാസ്റ്റേഴ്സ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളോടുള്ള ഒരു ആത്മബന്ധം എത്രത്തോളം നമുക്ക് കൂട്ടുവാൻ സാധിക്കും, അതിലൂടെ എത്രത്തോളം കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രിയ ഷൈജു പാസ്റ്ററിലൂടെ നമ്മൾ കേട്ട കാര്യം. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളോടൊപ്പം ആ ഒരു അത്യാധുനികമായ സംവിധാനങ്ങളൊക്കെയും വളരെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് അവരോടൊപ്പം ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങളായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും തുടർന്ന് ചില ചോദ്യങ്ങൾ ദൈവദാസന്മാരിലൂടെ നമ്മൾ ചോദിക്കുകയും അപ്പോൾ തന്നെ അതിന് ഉത്തരങ്ങൾ കേൾക്കാനും പോകുകയാണ്. ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് പ്രിയ ദൈവദാസൻ. ഇന്ന് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചെറുപ്പക്കാർ ഈ വിശ്വാസം വിട്ട് നിരീശ്വരവാദത്തിലേക്ക് കടന്നു പോകുന്നു. ദൈവമില്ല എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് അവർ മാറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മുടെ സഭകൾക്ക്, ആത്മീക തലങ്ങളെ മേയിക്കുന്നവർക്ക് വീഴ്ച സംഭവിച്ചോ? എങ്ങനെ അവരെ ആ വിഷയത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാനായി കഴിയും? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം ചിന്തിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഒരു ഹോളിസ്റ്റിക് രീതിയിൽ ചിന്തിച്ചാലേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ആ കുഞ്ഞ് ജീവിതത്തിൽ അനുഭവിച്ച ചില അനുഭവങ്ങളോ, വീട്ടിൽ നിന്നുണ്ടായ ചില സിറ്റുവേഷൻസോ, സഭയിൽ നിന്നുണ്ടായത് എന്തുമാകാം, അങ്ങനെ ഒരു മൊത്തമായിട്ടുള്ള ഒരു രീതിയിൽ കണ്ടാലേ ഇതിനുള്ളൊരു ഉത്തരം ഓരോ കുഞ്ഞിനും ഉണ്ടായ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ചർച്ച ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ ആത്മീയ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഒരു ആത്മീയ കുടുംബം എന്നൊരു കാഴ്ചപ്പാടിൽ നമ്മൾ കാണുമ്പോൾ ഇതിനെ ഒരു പോസിറ്റീവ് അപ്രോച്ചായിട്ട് നമ്മൾ കാണുക. അതായത് നമ്മളുടെ കുഞ്ഞുങ്ങൾ, സഭയിലുള്ള ഏത് കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞാണ് എന്നുള്ളൊരു ഉത്തരവാദിത്തം, ഒരു കളക്റ്റീവ് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ മറ്റൊരു ഫാമിലിയിലെ ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു തെറ്റിലകപ്പെട്ടു അല്ലെങ്കിൽ ഇത്തരത്തിൽ വിശ്വാസം നിരസിക്കാൻ കാരണത്തിൻ്റെ ഉത്തരവാദിത്തി ഞാനും കൂടെ ആണ് എന്നുള്ളൊരു തിരിച്ചറിവാദ്യം ഉണ്ടാവുകയും അതിനോടൊപ്പം അതിന് കാരണമായത് അവരെ വളർത്തിക്കൊണ്ടുള്ള ദോഷമോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു കോസസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സായിട്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ കാരണം ഇവരിൽ വസിക്കുന്ന ആ ഒരു പാപത്തിൻ്റെ അല്ലെങ്കിൽ സിൻഫുൾ നേച്ചറാണ്. പാപത്തിനുള്ളൊരു നേച്ചർ അവരിൽ വസിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. അപ്പം നമ്മുടെ റോളെന്ന് പറയുന്നത് ഇവരിൽ ഓരോ നിമിഷവും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്ന ദോഷത്തെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു പോസിറ്റീവ് റോളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഓരോ വിഷയങ്ങളെയും നമ്മൾ എപ്രകാരം അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും അവർ നമ്മളോട് അകലുമോ അവരോട് നമ്മളോട് ചേർന്നിരിക്കുമോ എന്നുള്ളത്. ചെറിയ കുഞ്ഞ് മുതലേ അവർ നോക്കുകയാണ് ആരോട് എനിക്കിത് പറഞ്ഞു എൻ്റെ ഉള്ള ഇമോഷനെ ഞാൻ എക്സ്പ്രസ് ചെയ്താൽ എൻ്റെ അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എൻ്റെ അത് ബോഡി ലാംഗ്വേജിലൂടെ ആ കുഞ്ഞിൻ്റെ അമ്മ കാണിക്കുന്നത് ആ കുഞ്ഞിന് വ്യക്തമാവും. അടുത്ത നിമിഷം ആ കുഞ്ഞിന് വ്യക്തമാണ് ഞാനിത് എക്സ്പ്രസ് ചെയ്താൽ അമ്മ ദേഷ്യപ്പെടാൻ പോവുകയാണോ, ഇത്തരത്തിലുള്ള കാര്യം ഞാൻ ഒരാളോട് പറഞ്ഞാൽ ആരാണ് സേഫ് എന്നുള്ള കാര്യം കുഞ്ഞിന് ആ ഒരു മെസ്സേജ് കൺവേഡ് ആവുകയാണ്. ഇത്തരത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ പാസ്റ്റേഴ്സും അല്ലെങ്കിൽ ചർച്ചിലുള്ളവരെല്ലാം ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരോട് പറഞ്ഞാൽ ഇതൊരു പ്രശ്നമാവും. മിക്ക കുഞ്ഞുങ്ങളും വന്ന് ഏറ്റവും കരഞ്ഞു പറയുന്ന ഒരു കാര്യം, ഇതെൻ്റെ അമ്മയും അപ്പനും അറിയില്ല, എൻ്റെ ചർച്ചിലുള്ളവരാരും അറിയില്ല. അവർക്ക് ഏറ്റവും പേടിയുള്ള ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ ഉള്ള വ്യക്തികളായിട്ട് നമ്മൾ ഏറ്റവും സേഫായിട്ട് ഇരിക്കേണ്ട ഒരു മാറുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവരോട് മുൻപേ നമ്മളോട് എപ്പോഴെങ്കിലും അപ്രോച്ച് ചെയ്തപ്പോഴോ മറ്റുള്ളവരോട്
അവർ നമ്മൾ കാണിച്ച ആ ഒരു അപ്രോച്ച് അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവർ തീരുമാനിക്കും ഇന്ന ആളോട് പറഞ്ഞാൽ പ്രശ്നമാണ്, ഇന്ന ആളോട് പറഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് ആ ഒരു മെൻ്റൽ കപ്പാസിറ്റി അവർ ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇവരെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം നമ്മൾ ഇവരുടെ ഒരു അപ്ഗ്രേഡ് ചെയ്യുകയെന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിനെ എടുത്ത് നമ്മൾ ആ ഒരു കുഴിയിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ആ കുഴിയിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ആ കുഴിയിൽ ഞാനും ഇതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ ചങ്ങലയിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു അടിമത്തത്തിൽ നമ്മളും ആയിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ ആ കുഞ്ഞിനോട് ചേർന്നിരുന്ന് ഒരു ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഇല്ലാതിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആ കുഞ്ഞിനെ നീ ഇതൊരു വലിയ തെറ്റ് ചെയ്തു പോയി, നിന്നെ നീ അവരെ മാറ്റി നിർത്തുന്ന ഒരു അനുഭവം വരുമ്പോൾ പുറത്ത് അവരെ ചേർത്ത് പിടിക്കുന്ന അനേകർ നിൽക്കുകയാണ്. ഇത് സാരമില്ല, ഇതൊക്കെ സാധാരണമാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചേർത്ത് നിൽക്കാൻ അനേകരുള്ളപ്പം ഈ ഒരു അനുഭവം കിട്ടുന്നിടത്തേക്ക് അവർ പോകും, അവർക്കൊരു സമാധാനം ലഭിക്കുന്നിടത്തേക്ക് അവർ പോകും, അവരെ ചേർത്ത് നിർത്തുന്നേക്ക് അവിടെ പോകും. അതിനോടൊപ്പം എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ ചിലപ്പം അവരുടെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് നമ്മളോട് ഷെയർ ചെയ്യും. ആ നിമിഷം നമ്മൾ അവരെ ഒരു പൈങ്കിളിക്കഥ കേൾക്കുന്ന ഒരു എഫക്റ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതിനകത്തൊരു ട്രാൻസ്ഫോർമേഷനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരിക്കലും അവർ ഞാൻ കുറേ പേരോട് പറഞ്ഞു, പക്ഷേ എനിക്കത് പറഞ്ഞതുകൊണ്ടൊരു മാറ്റം ഉണ്ടായില്ല. നമ്മൾക്കതിനകത്തൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എവിടോട്ട് ഗൈഡ് ചെയ്യണം എന്നുള്ളതെങ്കിലും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അവർ ഈ തുറന്നു പറയുന്നതിനകത്തൊരു ഉത്തരവാകുന്നില്ല. അവർ നമ്മളിൽ നിന്ന് അകന്നകന്ന് ഈ പറയുന്ന വിശ്വാസം പോലും അന്യപ്പെട്ടു പോകുന്ന രീതിയിൽ അത്രയ്ക്കും അട്രാക്റ്റീവായിട്ടും സെഡ്യൂസീവായിട്ടും ലോകം നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ചേർത്ത് എത്രയും ആ ഒരു സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്നോ അപ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ഇവരെ നിലനിർത്താൻ കഴിയും. തീർച്ചയായിട്ടും വളരെ നമുക്കറിയാം ഇതിൻ്റെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, പങ്കുലമായ ഈ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിക്കാനല്ലെങ്കിൽ അവരെ വഴി തെറ്റിക്കുവാനൊക്കെ ഒത്തിരിയധികം സാധ്യതകളുള്ളൊരു ലോകത്താണ് നമ്മളായിരിക്കും. തീർച്ചയായിട്ടും ഇനിയും ഒത്തിരി ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊരു ചോദ്യവുമായിട്ട് മറ്റൊരു ദേവദാസൻ നമ്മളോടൊപ്പമുണ്ട്. യെസ്, കുട്ടികൾക്കൊപ്പം എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ എപ്പിസോഡിലെ ചിന്താ വിഷയം. ചില സഭകളിൽ നമുക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് ചില കുഞ്ഞുങ്ങളെ സാക്ഷ്യം പറയുന്നതിനോ മറ്റൊന്നൊക്കെ വിലക്കി നിർത്തേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കളെ അത്തരം സാഹചര്യത്തിൽ അകറ്റി നിർത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം കുഞ്ഞുങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കാതെ അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്താതെ അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തി അവരെ കൂടെ ചേർത്ത് നിർത്താനൊരു പാസ്റ്റർക്ക് ആഗ്രഹമുണ്ടെങ്കിലും സഭയുടെ ഭാഗത്തു നിന്ന് അവരെ പുറത്താക്കണം, അല്ലെങ്കിൽ 6 മാസത്തേക്കോ 3 മാസത്തേക്കോ വിലക്കി നിർത്തണമെന്ന് കർശനമായൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു പാസ്റ്റർക്ക് എന്ത് നടപടി, എന്ത് നയമാണ് അതിനകത്ത് സ്വീകരിക്കാനായിട്ട് പറ്റുന്നത്? തെറ്റ്, വീഴ്ച മനുഷ്യ സഹജമാണ്. പ്രത്യേകിച്ച് അത് കുട്ടികളാകുമ്പോൾ വളരെയേറെ. കാരണം കുട്ടികൾ പക്വതയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് നമ്മളവരെ കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 2 തവണ ചിന്തിക്കാൻ പല കാര്യത്തിനും പക്വതയില്ലാത്തവരാണ്. ഇതെല്ലാം വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നാൽ വേദപുസ്തകം പറയുന്ന ഒരു പാറ്റേൺ അതിലൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. കാരണം ആ പാറ്റേൺ പറയുന്നത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഫെയിലായാലാണ് ഇച്ചിരി അടുത്ത സർക്കിള്, അതും ഫെയിലാവുമ്പോൾ അടുത്ത സർക്കിള്. ഏറ്റവും ടോപ്പ് ലെയറാണ് പബ്ലിക്കായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി. അപ്പം എവിടെയൊക്കെയോ വെച്ച് നമ്മൾ ആ ലെയറെല്ലാം ഓവർടേക്ക് ചെയ്ത് ആ ഒടുവിലത്തെ ലെയർ ആദ്യത്തെ ഓപ്ഷനായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളൊരു മറുപടി, എൻ്റെ ചർച്ചിലെ ഒരു കുട്ടിയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിൽ പിടിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോസ്ഡ് ആയാൽ, ഒരു തെറ്റിലേക്ക് പോയെന്ന് കണ്ടാൽ, ആദ്യത്തെ സ്റ്റെപ്പ് ആ കുട്ടിയോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയും ആ തെറ്റ് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അത് മാതാപിതാക്കൾ അറിയാതിരുന്നാൽ അത് റിസ്ക്കാണ് എന്നുള്ളൊരു വിഷയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ലെയർ മാതാപിതാക്കളെയും കുട്ടിയെയും കൂടി ഇരുത്തി ആ വിഷയത്തിന് കൃത്യമായൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചില കേസുകളിൽ അത് പോരാ, വേറെയും ചില മാതാപിതാക്കളും കുട്ടികളും കൂടെ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ലെയറിൽ ചിലപ്പോൾ ഒരു 5-6 ഫാമിലി ഒരുമിച്ചിരുന്നു, ചർച്ചിലെ 1-2 പ്രതിനിധികൾ ഒരുമിച്ചിരുന്നും പറഞ്ഞ് അവിടെ തീർക്കേണ്ട ഒരു കേസായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ആ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ കോൺഫിഡൻഷ്യാലിറ്റി വേണം.
ആ വ്യക്തിയെ പബ്ലിക്കായിട്ട് ഹരാസ് ചെയ്യുന്നതിന് പകരം ആ സദസ്സിൽ വെച്ച് തെറ്റുകൾ തിരുത്തപ്പെടുകയും തിരുത്താനുള്ള അവസരം കൊടുക്കുകയും പിന്നീട് തിരുത്തപ്പെട്ടയാളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നൊരു ലെവലാണ്. ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ ടോപ്പ് ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. അതാണ് പലയിടത്തും നമ്മൾ കാണുന്നത്. യേശു കർത്താവ് പത്രോസ് തെറ്റിപ്പോയപ്പോൾ പത്രോസിനെ പുനഃസ്ഥാപിച്ചതുപോലെ, യോന തെറ്റിപ്പോയപ്പോൾ യോനായെ പുനഃസ്ഥാപിച്ചതുപോലെ, നമ്മളൊക്കെ ദാവീദ് തെറ്റിപ്പോയ തെറ്റെന്നൊക്കെ പറഞ്ഞതിന് പിന്നെ നമ്മൾ പരിസരത്ത് കയറ്റത്തില്ല. പക്ഷെ എന്നിട്ടും കർത്താവ് റെസ്റ്റോർ ചെയ്തു ദാവീദിനെ. എൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് പറയാൻ തയ്യാറായി. ഇല്ലെങ്കിൽ അബ്രഹാം സ്വന്തം ഭാര്യയോട് എൻ്റെ സഹോദരി എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ പിന്നെ ആ ചർച്ചിൻ്റെ പടി കാണാൻ പറ്റത്തില്ലായിരിക്കാം. ഞാൻ ഒരു ഉദാഹരണം പറയും. പക്ഷേ എങ്കിലും അവിടെയും പുനഃസ്ഥാപിക്കാൻ അവസരം കിട്ടി, തെറ്റ് തിരുത്താൻ അവസരം കിട്ടി. തിരുത്തി വന്നപ്പോൾ കർത്താവ് തെറ്റിനെ മായ്ച്ചു കളഞ്ഞാൽ പിന്നെ ഓർക്കത്തില്ല. കർത്താവ് തെറ്റിനെ കിഴിയിൽ കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞാൽ പിന്നെ ആർക്കും അത് തപ്പിയെടുക്കാൻ പറ്റില്ല. അതുപോലത്തെ പുനഃസ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സൈ സാർ. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഷൈജു പാസ്റ്റർ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇത് ലോകത്തേക്ക് ഉറപ്പിച്ചിട്ടുള്ള ക്രൂരരായിട്ടുള്ള ഫാസിസ്റ്റുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ചെറുപ്പത്തിൽ അവരുടെ ഹൃദയത്തിലേറ്റ ആഴത്തിലെ മുറിവുകളാണ് പിൽക്കാലത്ത് ഹിറ്റ്ലറിനെ പോലുള്ള ആളുകളെ ഫാസിസ്റ്റുകളാക്കി മാറ്റിയത്. സഭയുടെ വ്യക്തമായ നിലപാടെന്ന് പറയുന്നത് തെറ്റുള്ളവനെ പുറത്താക്കുക എന്നുള്ളതല്ല. മുടിയൻ പുത്രൻ മടങ്ങി വരുമ്പോൾ അപ്പൻ അവനെ സ്വീകരിക്കുന്നത് പോലെ കുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് അവരെ സ്വീകരിക്കണം. അല്ലാതെ അവരെ തള്ളിക്കളഞ്ഞാൽ അത് വരുത്തി വയ്ക്കുന്ന വിനയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ദുഃഖമെന്ന് പറയുന്നത്, അവരുടെ ഹൃദയത്തിൻ്റെ മുറിവെന്ന് പറയുന്നത് വലുതായിരിക്കും. കഴിവതും നമ്മൾ അവരെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി പല പ്രാവശ്യം ഉപദേശിച്ചിട്ടും അതിൻ്റെ അകത്തുനിന്ന് പിന്തിരിയുവാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ മാത്രം കടുത്തൊരു ശിക്ഷണ നടപടിയിലേക്ക് പോവുകയോ, അതല്ല ഒരു പ്രാവശ്യം സംഭവിച്ചതാണെങ്കിൽ പറയുമ്പോൾ ഉപദേശിക്കുമ്പോൾ മടങ്ങി വരാൻ അവർക്ക് തെറ്റ് ബോധ്യപ്പെട്ട് മടങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്വീകരിക്കുകയോ ചെയ്യണം. അതിന് സഭ എതിരാണെങ്കിൽ ആ സഭ എന്ത് ചെയ്യണം? ഈ കാര്യം പറഞ്ഞ് ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിന് നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും കർക്കശക്കാരനായ ഒരു ദൈവദാസനെ അല്ല ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം, മറിച്ച് അവരുടെ മനസ്സറിയുന്ന ഒരു പാസ്റ്ററായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. എനിക്ക് തോന്നുന്നു ഒരു ദൈവദാസനോട് അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആക്ച്വലി ഇതൊരു സ്പിരിച്വൽ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ നമ്മുടെ സഭകളൊന്നും തന്നെ. ശരിക്കും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെ പലപ്പോഴും കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാനുള്ള കാരണം ഈ പറയുന്ന സോക്കോൾഡ് ആളുകളുടെ സാക്ഷ്യമില്ലാത്ത, മാതൃകയില്ലാത്ത ജീവിതങ്ങൾ തന്നെ അവരെ പലപ്പോഴും വഴിതെറ്റിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ പാസ്റ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഷോർട്ടായിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. അല്ല, ഏറ്റവും നമ്മുടെ തലമുറ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന പലർക്കും അതിനനുസരിച്ചുള്ള ജീവിതമില്ല എന്നുള്ളതാണ്. ആരാധനകളിൽ വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ ശ്രദ്ധിക്കുന്നു, അവർ വളരെ ഇതായിട്ട് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവർ നോക്കുന്നുണ്ട്. ഇപ്പോൾ പുൽപ്പിറ്റേ കയറുന്ന പ്രസംഗിക്കാൻ ആർക്കും എളുപ്പമാണ്, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പാട്. ഈ കുഞ്ഞുങ്ങളെ നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിൽ ഇപ്പം നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ മക്കളെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് പറയുന്നത്. കാരണം ഈ പറയപ്പെടുന്ന കുറ്റവും എല്ലാം ആ വീടിൻ്റെ അകത്തിരുന്ന് പറയുന്നതല്ല, ഇവർ കേൾക്കുക. അത് കേൾക്കുന്നത് കൊണ്ടാണ് അവരെ എന്ത് ചെയ്യുന്നത് പുറകോട്ട് പോകാനായിട്ട് കാരണമാകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശിക്ഷണത്തിലൂടെ ഒരു കുട്ടിയെയും മടക്കി വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അവരെ ഉപദേശിക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക, ഇതാണ് അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ കഠിനമായ ശിക്ഷാമുറകളിലൂടെ ആരും എന്ത് ചെയ്തിട്ടില്ല, തിരിച്ച് വന്നതായിട്ട് ചരിത്രത്തിലെങ്ങും കാണുന്നില്ല. നമ്മൾ കാണുന്നിടത്തെല്ലാം യേശുക്രിസ്തുവിൻ്റെ മെതേഡ് അവരെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു, അവരുടെ പിന്നാലെ ചെല്ലുക എന്നുള്ളതായിരുന്നു. ശിക്ഷിക്കുന്നതിനേക്കാളുപരി തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ പുറകെ കർത്താവ് പോകുക. അതുകൊണ്ടാണ് അപ്പം എന്ത് ചെയ്യുന്നു, എല്ലാവരുടെയും പുറകെ കർത്താവ് അവരുടെ ആ വൈകാരിക തലം ഏതാണ് എന്ന് മനസ്സിലാക്കി അവരുടെ
അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് കർത്താവ് ഇറങ്ങി ചെല്ലുന്ന അതേ അനുഭവത്തിൽ തന്നെ എന്തു ചെയ്യുക, നമ്മളും അവരുടെ കൂടെ ചെന്ന് അവരുടെ കൂടെയാകുക. ശിക്ഷ കൊണ്ട് നേരെയാകുമായിരുന്നെങ്കിൽ ലോകം മാറിയേനെ. പക്ഷേ ശിക്ഷയെക്കാട്ടിലുപരി ഇവിടെ ആവശ്യം ഒരു പാസ്റ്റർക്കോ അല്ലെങ്കിൽ സഭയ്ക്കോ ആവശ്യമായിരിക്കുന്നത് സ്നേഹമാണ്. സ്നേഹം കൊടുത്താൽ എന്തു ചെയ്യും, മാറുമെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിനാണ് ഏറ്റവും തയ്യാറായി മാറേണ്ടത്. യെസ്, താങ്ക് യു. നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്കൂടെ നമ്മൾ വളരെ വേഗത്തിൽ പോവുകയാണ്. ഈ ഒരു ചർച്ച വളരെ ഇഫക്റ്റീവായ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നു. കൃതാനദാസൻ മനോജ് എബ്രഹാം. ഡോക്ടർ നിസി ജേക്കബ് പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ, കോളേജിൽ പഠിക്കുന്ന പയ്യൻ, അദ്ദേഹം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു ദേവദാസൻ്റെ ചർച്ചിലെ വിശ്വാസിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുടിയെ പറ്റിയോ എന്തോ പരസ്യമായി ആ കോൺഗ്രിഗേഷനിൽ വെച്ച് ആ ദൈവദാസൻ അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ ഒരു വാക്ക് പറഞ്ഞത് മൂലം എനിക്ക് തോന്നുന്നു വർഷങ്ങൾ പലത് കഴിഞ്ഞു, ഇന്ന് വരെ അദ്ദേഹം ആ ചർച്ചിൽ കയറിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ദൈവദാസന്മാർ, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ, അധ്യാപകർ ഇവരൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ടാസ്കുകൾ കൊടുക്കാറുണ്ട്, ടാർഗറ്റുകളൊക്കെ വയ്ക്കാറുണ്ട്. അത് ഈ ദൈവവചനത്തിലും അങ്ങനെയുള്ള ഉപദേശങ്ങളിലൊക്കെ വലിയ അറിവില്ലാത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർക്കതൊരു വലിയ റിസ്ക്കാണ്. ഒത്തിരി ചോദ്യങ്ങൾക്ക് ആൻസർ അവർക്ക് പറയാൻ കഴിയത്തില്ല, ഒത്തിരി ആശയപ്പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു. സഭാ നേതൃത്വത്തിന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ അവരെ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ ക്വസ്റ്റ്യൻസ് സൺഡേ സ്കൂളിലായാലും അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനോടായാലും ടീച്ചേഴ്സിനോടായാലും കൂടുതൽ ക്വസ്റ്റ്യൻസും ഒരു ഡീപ്പർ സ്പിരിച്വാലിറ്റിയിലല്ല, അവരുടെ സോഷ്യൽ റിലേഷനിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതുപോണക്കുള്ള മുമ്പ് പറഞ്ഞ പോലെ നിരീശ്വരവാദം അതുപോണക്കുള്ള കാര്യങ്ങളിലാണ് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്ററോ അല്ലെന്നുണ്ടെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ ടീച്ചേഴ്സോ അതിൽ കൂടുതൽ അവഗാഹം നേടുക എന്നുള്ളത് മാത്രമാണ്. പ്രധാനമായിട്ടും ഇതുപോണക്കുള്ള കാര്യങ്ങളിൽ ഡീപ്പായിട്ടുള്ള അവഗാഹം ഉണ്ടെങ്കിലേ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന വിധത്തിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം. വേറെ സഭകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നുകിൽ പാസ്റ്ററോ അല്ലെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സോ അതുമായിട്ടുള്ള അവഗാഹം നേടുക. അതുകൂടാതെ നമ്മുടെ ചർച്ചുകളിൽ മറ്റുള്ള പല റിസോഴ്സ് പേഴ്സൺസ് അവൈലബിൾ ആയിരിക്കും. അവരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് സ്വീകരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ റിസോഴ്സിൻ്റെ സഹായം നമുക്ക് സ്വീകരിക്കാം. അത് ക്യാമ്പുകളിൽ കൂടെയോ ചർച്ചിൻ്റെ റിട്രീറ്റുകളിൽ കൂടെയോ അതുകൊണ്ടുള്ള സ്പെസിഫിക് പ്രോഗ്രാമുകൾ കൂടി നമുക്കത് സ്വീകരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് വിവിധ തരങ്ങളിലുള്ള ഡിസ്കഷൻസ് നടത്തണം. ഇപ്പം എയ്ത്തീസം ആണെന്നുണ്ടെങ്കിലും അത് അല്ലാത്തല്ല മറ്റ് ഗെയ്സം അല്ലെങ്കിൽ ലെസ്ബിയനിസം അതുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ സഭ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളിൽ അവഗാഹം നേടുക എന്നുള്ളതാണ്. പക്ഷേങ്കിൽ എല്ലാ കാര്യത്തിലും അവർ ചിന്തിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആൻസർ ഒരു പക്ഷേ അവർക്ക് കിട്ടിയെന്ന് വരില്ല. അതൊരു റിയാലിറ്റി ആണെന്നുള്ളൊരു കാര്യം അവരോട് മനസ്സിലാക്കേണ്ടത് ഒരാവശ്യമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ വളരെ ശക്തമായ നിലയിലാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം എന്ന ഈ ഒരു ചർച്ചാ വിഷയം നമ്മൾ സംസാരിച്ചത്. ഞാൻ ഇവിടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കുറച്ച് വർഷങ്ങൾക്കപ്പുറം പാസ്റ്റർമാർ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് പാസ്റ്റർ അപ്പച്ചൻ എന്നുള്ളതായിരുന്നു. പാസ്റ്റർ അപ്പച്ചൻ വരുന്നു, അപ്പം കുഞ്ഞുങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ, ഹോംവർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പാസ്റ്റർ അപ്പച്ചൻ വരും, അടിക്കും എന്നൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു ആളായിട്ടായിരുന്നു പലപ്പോഴും ഈ പാസ്റ്റർ അപ്പച്ചൻ എന്നുള്ള പദത്തിൻ്റെ പുറകിൽ മാതാപിതാക്കൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. എന്നാൽ ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ഈ കേട്ട ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം,
പേടിപ്പെടുത്തുന്ന അല്ലെ ഭയപ്പെടുത്തുന്ന ഒരാളായിട്ടല്ല ദൈവദാസന്മാരെ കുഞ്ഞുങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് അവരുടെ ലെവലിലേക്ക് എത്തുവാൻ, അവരോട് കൂടെ ചേർന്ന് നിൽക്കുവാനൊക്കെ കഴിയുന്നതാണ് ഒരു ദൈവദാസൻ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക, നമ്മുടെ പാനലിസ്റ്റ് ദൈവദാസന്മാരൊക്കെ പറഞ്ഞ പ്രകാരം ഇഫ് വി ഡോണ്ട് ക്യാച്ച് ദം ദ വേൾഡ് ഈസ് റെഡി ടു ക്യാച്ച്. അപ്പം നമ്മൾ അവരെ പിടിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലുള്ള പല ശക്തികളും അവരെ പിടിക്കാൻ റെഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ചർച്ച ഇന്നത്തെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു കൺക്ലൂഡിങ് വേർഡ്സ് പ്രിയ സജികുമാർ സാറ് ഓർപ്പിക്കും. അതിനായിട്ട് കുഞ്ഞാടുകൾക്കൊപ്പം നടക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് യേശു കർത്താവിനെ ഇടയനായിട്ട് ചിത്രീകരിച്ചുള്ള ഏതെങ്കിലുമൊക്കെ പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു ചെറിയ കുഞ്ഞാടിനെ പിടിച്ചേക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കും. കുഞ്ഞാടിനോട് ഉള്ള സമീപനം അങ്ങനെയാണ്, കോരിയെടുത്ത് കൈവെള്ളയിൽ കൊണ്ടു നടക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഏറ്റവും നിഴലിച്ച് നിൽക്കുന്നത് സ്നേഹമാണ്, കരുതലാണ്, ഉൾക്കൊള്ളലാണ്, ക്ഷമയാണ്, അഡ്വൈസസ് ആണ്. ആ ഒരു സമീപനമാകട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളോടുള്ള സമീപനം. അവർ പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് ഓടി വരാനുള്ളൊരു സുരക്ഷിതത്വ ഇടമാകട്ടെ സഭയും സഭാ ശുശ്രൂഷകന്മാരും സഭാ സമൂഹവും. അങ്ങനെ ഒപ്പമുള്ള യാത്ര ഏറ്റവും ഫലപ്രദമായ ഒരു യാത്രയായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ 3-ാം എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആയിരിക്കുന്നത്? കുഞ്ഞുങ്ങളോടൊപ്പമാണോ അതോ ഇനിയും കുറച്ചും കൂടി കുഞ്ഞുങ്ങളോടൊപ്പം നടക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണോ എന്നുള്ളത്? തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിലും വളരെ ശക്തമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ തുടരുന്നതായിരിക്കും. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡുകളിലും നമുക്ക് തുടർന്ന് ഈ ചർച്ചകൾ കേൾക്കാം. ഈ എപ്പിസോഡിൽ ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും പ്രത്യേകം വന്ദനങ്ങൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇതുവരെയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയ പാനലിസ്റ്റ് അതുപോലെ തന്നെ ദേവദാസന്മാർ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.